ഹായ്, എല്ലാവർക്കും സെയിൻ സ്റ്റൈറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചായക്ക് പറ്റിയ ഒരു സ്നാക്കാണ്. ചായ തിളയ്ക്കുന്ന നേരം മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരല്പം കട്ടിയുള്ള തൈരായതുകൊണ്ട് ഇതിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് നമുക്കിതിനെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടി വറുത്തതാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒരുവിധം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം കട്ടിയാണ്. നമുക്കിതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടവും എത്തത്തക്ക രീതിയിൽ തന്നെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഏകദേശം മാവ് നല്ലൊരു പരുവത്തിനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരുവിധം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സവാള കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ജീരകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ പരുവം ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. ആ ഒരു രീതിക്കാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത്. ഇതാണ് ഈ മാവിൻ്റെ ഒരു പരുവം. നമ്മൾ കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വരത്തക്ക രീതിയിൽ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിനെ ഇനി നമുക്ക് എണ്ണയിലൊഴിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാതെ കൈകൊണ്ട് മാവ് കോരി ഒഴിക്കാവുന്നതാണ്. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. 2-3 വട്ടമായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മളിതിനെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാൻ നമുക്ക് വളരെ കുറഞ്ഞൊരു സമയം മാത്രം മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് ഐറ്റം റെഡിയാക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.